السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ, ഈ വേദിയിൽ ഇവിടെ വിഷയാവതാരണം നടത്തുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം, അതിന് സമസ്ത കേന്ദ്ര മുഷാവറ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട നല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, AV സമസ്ത മുഷാവറ അംഗങ്ങളാവുന്ന AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ ആദർശേരി അംസകുട്ടി മുസ്ലിയാർ, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സമസ്ത മുഷാവറ മെമ്പർ വളവണ്ണ അബൂബക്കർ ദാരിമി, സമസ്ത മുഷാവറ മെമ്പറാവുന്ന BK അബ്ദുൽ ഖാദർ ബംബ്രാൻ ഉസ്താദ് അവർ, അസ്ഹർ അലി, സമസ്ത മുഷാവറ മെമ്പർ അസ്ഹർ അലി ഫൈസി, സമസ്ത മുഷാവറ മെമ്പർ സയ്യിദ് അലി ഫൈവി കോറാട് അടങ്ങിയ സമസ്ത മുഷാവറ അംഗങ്ങൾ, ഇവിടെ വിഷയാവതരണം നടത്തുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈവി അമ്പലക്കടവ്, അബ്ദുസമദ് സാഹിബ് പൂക്കോട്ടൂർ, MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, മുസ്തഫ അഷ്റഫി അടക്കമുള്ള പണ്ഡിതന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ളവർ, തികച്ചും ഒരു പെടുന്നതിന് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു സമ്മേളനം. ഇത് സാധാരണ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിദഈ പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളെ സംബന്ധിച്ച് എതിർക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിഹസിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നടത്തിപ്പോരുന്നൊരു പതിവ് കുറേ കാലം മുമ്പേ നമ്മൾക്കുണ്ട്. മുമ്പ് നമുക്കറിയാം, പുളിക്കൽ വെച്ചുകൊണ്ട് ഒരു സമ്മേളനം, അത് 1977-78 ഞാൻ ഓർക്കണത്, എനിക്ക് ഓർമ്മയില്ല. ഞാനന്ന് പുതുപ്പറമ്പിൽ മുദരിസായിരുന്ന കാലഘട്ടം. അന്ന് പുളിക്കൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനം നടന്നപ്പോൾ അവിടുന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ആശയങ്ങൾ, വിശുദ്ധ ദീനിൻ്റെ ആശയങ്ങൾ, അതിനെ എതിർക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോൾ മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമയും മഹാനാവുന്ന ശൈഖുന കോട്ടുമൽ ഉസ്താദ് അടക്കമുള്ള അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ സമ്മേളിച്ചു കൊണ്ടിട്ട് പുളിക്കൽ ഒരു സമ്മേളനം നടത്തപ്പെടുന്നുണ്ട്.
അത് ഞാനൊന്നും ഓർക്കുകയാണ്. അതിൽ മഹാന്മാർ അന്ന് പ്രസംഗിച്ച വരികൾ വരെ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ സമസ്ത കേരള ചില ആളുകൾക്ക് ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മളെ കൂടത്തു നിന്നുള്ള ചിലർക്ക് തന്നെ ചില സംശയങ്ങൾ. എന്തിനാ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനക്കാർ യോഗം നടത്തി നമ്മൾ സമസ്ത യോഗം നടത്തുന്നു? അത് നമ്മൾ യോഗം നടത്തണം, പക്ഷേ അത് നടത്തേണ്ടവർ സമസ്തകളുടെ ജമിയത്തുൽ ഉലമാന്റെ ആഹ്വാനം അനുസരിച്ച് അത് നടത്താൻ ഓരോ ജില്ലയിലും അതിന് പറ്റുന്നതായ ആളുകളുണ്ട്. അവരെ ആശയാദർശങ്ങൾ, അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്ന വലിയൊരു പണ്ഡിത സമൂഹം ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഈ ഇങ്ങനെ ഓരോരുത്തരും യോഗം നടത്തിയാൽ? സമസ്തകളുടെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഇതിനു വേണ്ടിയിട്ട്. ഇവിടെ ഈ വിശുദ്ധമായ ആശയാദർശങ്ങളെ അതിനെ വികലമാക്കാൻ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ, ആ ആയാത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക. യുഹരിഫൂനൽ കലിമാൻ മവാളിഇഹി എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് ആ വാക്കിൻ്റെ ആശയം വളരെ വിശാലമായ ഒരു ആശയമാണ്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ആശയാദർശങ്ങൾക്ക് വികലമായ നിലക്ക് അതിനെ അവതരിപ്പിക്കുക എന്നുള്ളത്. ആശയാദർശങ്ങൾ അപ്പോൾ അതിനെതിരിൽ ശബ്ദിക്കാനോ അതിനെ പ്രതിരോധിക്കാനുമാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അപ്പോൾ ആര് നടത്തിയാലും നമുക്ക് ഒരു സന്തോഷമുള്ളത് ഇപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ പ്രവർത്തകർക്കൊന്നും വലിയ ജോലി ചെയ്യേണ്ടി വന്നില്ല. സ്ഥലം അവരെ ആദ്യം തന്നെ ശരിയാക്കിയത് കൊണ്ടിട്ട് ഒരു നന്ദി നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ നടത്തിയ ആ ഗ്രൂപ്പിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ചെയ്തത് വളരെ നല്ല സംഗതിയാണ്. നമുക്കിവിടെ പ്രസംഗിക്കാനും, ഞാൻ കൂരിയാട് പറഞ്ഞതുപോലെ അവിടെ ഒരു ശുദ്ധീകരണം ഉണ്ടല്ലോ, ഓരോ സ്ഥലത്തും ഒരു ശുദ്ധീകരണം നടത്തുക എന്നുള്ളതുണ്ട്. കൂരിയാട് നമ്മൾ അവരെ യോഗത്തിൻ്റെ സമ്മേളനത്തിന് ശേഷം വേറെ സമ്മേളനം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തിനൊന്ന് ശുദ്ധീകരിച്ചു എന്നതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഒരു ശുദ്ധീകരണം നടത്താനുള്ളതായ ഒരു സൗകര്യം അവർ ചെയ്തു എന്നുള്ളതാണ്. അതിലൊന്നും നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷേ ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കണം, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാപരമായി ചില ഭിന്നിപ്പുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ തങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആര് ഇവിടെ സമ്മേളനം നടത്തിയാലും എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ സംഘടനകൾ അഥവാ സുന്നികളുടെ സംഘടനകൾ നിങ്ങളെ എതിർക്കുക തന്നെ ചെയ്യും. അത് ഖിയാമത്ത് നാൾ വരെ അതിവിടെ നടന്നുകൊണ്ടിരിക്കും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് സുന്നത്ത് ഇവിടെ ആരോ പ്രസംഗിച്ചപ്പോൾ മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, സമസ്ത മുമ്പ് മദ്രസക്കെതിരെയിരുന്നു, സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെയിരുന്നു, യത്തീഖാനക്കെതിരെയിരുന്നു, സമസ്ത മുസ്ലിങ്ങളെ ഷിർക്കിലേക്കാണ് നയിക്കുന്നത്. ഷിർക്ക് തൗഹീദ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ കാലെടുക്കും. അല്ലെങ്കിൽ ഞങ്ങളെ മാതിരിക്കുള്ള ആളുകളെ വന്നിട്ട് കിതാബ് ഓതി പഠിക്കുക. ശരിക്ക് എല്ലാ മൗലവിമാരോടും പറയാനുള്ളത് അതാണ്. ഷിർക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ മുസ്ലിം ലോകം ചെയ്തു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് അറബി ഭാഷ മാത്രം പഠിച്ച് വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിച്ചാൽ അത് സാധ്യമല്ല. വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാഷ കൊണ്ട് മാത്രം കഴിയുന്നതല്ല. അത് അള്ളാഹുവിൻ്റെ റസൂലാണ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച് തരേണ്ട ആൾ. വാൻസന്നാസ് നബിയെ തങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരണം അതാ എനിക്ക് ആവശ്യം. ആ വിവരണം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ഒക്കെ വിശദീകരിക്കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഖുർആനെ മനസ്സിലാക്കാതെ വല്ലദീന ഇലാ ദുഃഖിറൂ ബി ആയാത്തി റബ്ബിഹിം ലൻ യഖിറൂ അലൈഹ സുമ്മൻ യാന എന്ന് പറഞ്ഞ ഒരു ആയത്ത് എടുത്തുകൊണ്ട് ഏതൊരു മൗലവി ഇവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. ഖുർആൻ്റെ ആയത്ത് കേൾക്കപ്പെട്ടാൽ അവരെ മേലിൽ ബോധപ്പെടുകയോ അവർക്ക് ഓർമ്മിപ്പിക്കപ്പെടുകയോ ചെയ്താൽ അതിനന്തമായി അവർ അനുസരിക്കില്ല. അത് ഈ മൗലവിക്ക് ബലാഗത്തും തശ്ബീഹും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് അവരോട് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ ഇയാൾ പറഞ്ഞ ഈ മൗലവി പറഞ്ഞ അർത്ഥപ്രകാരം അതിന് അന്ധമായി അനുകരിക്കാതിരിക്കലാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. ഖുർആൻ്റെ ആയത്താണെങ്കിൽ അതിന് അന്ധമായി നമുക്ക് അനുകരിച്ചൂടെ? അനുകരിക്കുന്നത് തെറ്റ്. അപ്പം ഇതുപോലുള്ള മൗലവിമാർ ഖുർആനിക്കും ആയത്തിനും അർത്ഥം പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയോ അതിൽ ജനങ്ങൾക്ക് ഓതി കൊടുക്കുകയോ ജനങ്ങൾക്ക് അതുകൊണ്ട് വഴു പറയുകയോ ചെയ്താൽ അത് അന്ധമായി അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നാണ്, സുന്നികളെ അതിന് കിട്ടൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. ഇതാ ദുഃഖിറൂന്നല്ലേ ബിആയാതി റബ്ബിഹിം ലയഖിറു അലൈഹാ സുമ്മൻ മുഅ്മിയാൻ. അത് ഇതാ സാധാരണത്തെ ആ പണി നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാവരും അതിന് നിക്ഷേപിക്കുക വേണ്ടതുപോലെ. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴും തന്നെ സംഘടിപ്പിച്ചതായതുകൊണ്ട് കുറേ ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. അതായത് നമ്മളൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ആയാത്തുകളെ അവരോട് അവതരിപ്പിക്കപ്പെട്ടാൽ അതിന് എല്ലാവരും പറയുന്ന പരിഭാഷ ഉണ്ടല്ലോ, ആ പരിഭാഷ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ലയഖിറു അലൈഹാ സുമ്മൻ മുഅ്മിയാൻ എന്ന് പറഞ്ഞാൽ മൗലവിമാരെ നിങ്ങൾ പറയുന്നതായ ആ ഖുർആൻ്റെ പരിഭാഷ, നിങ്ങൾ പറയുന്നതായ വിശദീകരണം അത് അപ്പടി അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഖുർആൻ്റെ വിശുദ്ധമാകുന്നതായ ആയാത്തുകൾ, ആ ആയാത്തുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചുള്ളതായ പരാതികളിൽപ്പെട്ട ഏറ്റവും വലിയ പരാതിയാണ് മദ്രസയ്ക്ക് എതിരാന്നുള്ളത്. മദ്രസക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിരല്ല. മദ്രസക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 10,700 ചില്ലാനം മദ്രസകളുണ്ട്. മദ്രസകൾക്ക് എതിരാണെങ്കിൽ എങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇത്ര അധികം മദ്രസകൾ ഉണ്ടാവുക? മറ്റൊന്ന് സ്ത്രീ വിദ്യാഭ്യാസം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത കേരളം ഒരു കാലത്ത് എതിർത്തില്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാനപരമായ അതിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയണത്. സഹാബിയാത്തിൽ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര അധികം ഭാര്യമാരെ വിവാഹം ചെയ്തു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാവുന്ന ആ ശരീഅത്തിൻ്റെ ആ മഹാസിനുകൾ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകളോട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നബിയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായ സ്ത്രീകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രമാത്രം ഭാര്യമാരെ അനുവദിക്കപ്പെട്ടത്. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും എതിരല്ല. അതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ എതിർ നിൽക്കില്ല. പിന്നെ യതീംഖാനക്ക് എതിരാണെന്ന്. യതീംഖാനക്ക് എതിരാണെന്ന് പറഞ്ഞാൽ അന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ പ്രസംഗിച്ചു. യതീമൻ ഖാനവു എന്ന് പറഞ്ഞത് യതീങ്ങളെ ചതിച്ചതായ യതീംഖാനകളെ പറ്റിയാണ് പറഞ്ഞത്, അല്ല യതീംഖാനക്ക് എതിരല്ല. യതീംഖാന ഇവിടെ ഉണ്ടാക്കപ്പെടുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അത് യതീമുകളെ ചതിച്ചുകൊണ്ടുള്ളതായ പരിപാടി ഉണ്ടാകാൻ പാടില്ല. അത് പറഞ്ഞപ്പോൾ അവർക്ക് പുള്ളി. അത് പല യതീംഖാനകളും വഹാബികൾ നടത്തിയ പല യതീംഖാനകളുണ്ട്. ആ യതീംഖാനകളെ സംബന്ധിച്ചാണ് അത് പറഞ്ഞത്. യതീം കുട്ടികളങ്ങനെ ചതിക്കാൻ പാടില്ല. അത് ചതിച്ചുകൊണ്ടുള്ളതായ യതീംഖാനകൾ ഉണ്ടാകാനും പാടില്ല. കാരണം യതീമിൻ്റെ മുതലിനെ സംബന്ധിച്ചും യതീമിനോട് സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശരിയാണ് എനിക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ കൂടിയാണ് അത് പോകേണ്ടതെന്നാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലുമൊക്കെ ഇതിനെതിർക്കിടെ എല്ലാ വിഭാഗങ്ങൾക്കും അതിൽ ഇതുണ്ടാവുന്ന ദേഷ്യവും അസൂയൊക്കെ ഉണ്ടാവും. അത് സഹിക്ക വയ്യാതാവുമ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അവർ മദ്രസയ്ക്ക് എതിരാണ്, അവർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണ്, യതീംഖാനയ്ക്ക് എതിരാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത പല ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് സമസ്ത മുസ്ലിങ്ങളെ ശിർക്കിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ശിർക്ക് തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പല പ്രാവശ്യവും നമ്മുടെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാരും നമ്മളൊക്കെ പല സ്ഥലത്തു നിന്നുകൊണ്ടും അത് വിശദീകരിച്ചതാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവർ മനസ്സിലാക്കിയതല്ല ശിർക്ക്. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയതല്ല ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു സുബ്ഹാനഹു ഇബാദത്തിൽ
അള്ളാഹുവിനോട് ഒരാളെ പങ്കു ചേർക്കുക. അള്ളാഹു സുബ്ഹാനഹു ആ നിലക്കുള്ള ഒരു വിശ്വാസം സുന്നികൾക്കുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആ വിശ്വാസം സുന്നികൾക്കില്ല. ഷിർക്ക് എന്താണ്, ഇബാദത്ത് എന്താണ്, തൗഹീദ് എന്താണ്, ഇത് മനസ്സിലാക്കാതെ ഷിർക്കിനിക്കും തൗഹീദിനിക്കും ഇബാദത്തിനിക്കൊക്കെ മഹാന്മാരാവുന്ന അയിമ്മത്ത് അവർ പറഞ്ഞ നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങൾ അതാണ് വിശുദ്ധ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചതുപോലെ, അതിനെ വ്യാഖ്യാനിച്ചതുപോലെ, അത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിച്ചു തന്ന ആ അടിസ്ഥാനപരമായ തത്വങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. കാരണം ആ ഖുർആനിൽ തന്നെ സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലല്ല ഖുർആൻ്റെ അവതരണം. അതിൽ വളരെ വ്യക്തമായി പറയപ്പെട്ടതുണ്ടാവും, അവ്യക്തമായി പറയപ്പെട്ടതുണ്ടാവും, സൂചനപരമായി പറയപ്പെട്ടതുണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യാഖ്യാനം എനിക്ക് ആവശ്യമാണ്. അത് 23 കൊല്ല കാലഘട്ടത്തിലായിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചു തന്നു. ഇനി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അത് വ്യാഖ്യാനിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ മാർഗങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇലാഹിയായ കലാമാണ്. അതിൻ്റെ ബാഹ്യ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പല തകരാറുകളും സംഭവിക്കും. അതുകൊണ്ടാണ് മൗലവിക്കും ഈ തകരാറ് സംഭവിച്ചത്. വല്ലദീന ഇദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം ലയഖിറൂ അലൈഹാ സുമ്മ അതിനെ തൊട്ട് അവർ തിരിഞ്ഞു കളയില്ല എന്നാണ് ഒന്നിരിക്കൽ അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ആദ്യം ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരുടെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. ഇതാണ് ഒരു യഥാർത്ഥ ഭൂമിൻ്റെ സ്വഭാവം. അതാണ് ഇവിടെ സുന്നികൾക്കുള്ള സ്വഭാവം. അത് ഖുർആൻ സുന്നത്ത്, അത് ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് ജനങ്ങളെന്താക്കുക, അവരെ വഞ്ചിക്കുക, അവരെ ആശയങ്ങളിൽ അവരിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഇതാണ്. അപ്പോൾ അവർ ഖുർആനും സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇവർക്ക് മാത്രമേ ഇപ്പോൾ ഈ ഖുർആനും സുന്നത്തുള്ളൂ. നമ്മളിന്നുള്ള പല ആളുകൾക്കും അങ്ങനത്തെ ചില സംശയങ്ങൾ വരികയാണ്. അവർ ഖുർആനും സുന്നത്തല്ലേ പറയുന്നത്, അവർ ഖുർആനും സുന്നത്തും അല്ലേ? നമ്മളും പറഞ്ഞ ഖുർആനും സുന്നത്തും തന്നെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവരിവിടെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ ഇതുപോലെ മഹാന്മാർ നയിച്ചതുപോലെ നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. അപ്പോൾ ഖുർആനെ പറ്റി നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, എന്താണ് ഖുർആൻ എന്നുള്ളത്. ആ ഖുർആനെ എങ്ങനെ വ്യാഖ്യാനിക്കാം, അതിന് ആരൊക്കെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിന് വ്യാഖ്യാനിക്കാനുള്ളതായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയപ്പെട്ടതായ പല സംഗതികളുണ്ട്. അതും സാധാരണ മുതുക്ക് കഷ്ണം ബാക്കിരിക്കുന്ന ഇത്രയുള്ള മുണ്ട പീസ് ആരും
വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ്റെ ആയാത്തുകളെ നമുക്ക് ഇഷ്ടാനുസരണം വ്യാഖ്യാനം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടാണ് ഖുർആനെ വ്യാഖ്യാനിച്ച് തരണം. തുബയ്യൻ ലിന്നാസ്, നബിയെ തങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ മൗലവി ഇവിടുന്ന് പറഞ്ഞു, ഖുർആനിന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണം. ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ അഖ്വാൽ അഫ്ആൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തഖാരീറുകളാണ്. അത് ഖുർആനിന് വിരുദ്ധമായി ഒരിക്കലും വരില്ല. അപ്പോൾ ഖുർആനിന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തലല്ലേ. അതിന് നബി സല്ലല്ലാഹു അലൈഹി അമ്പിയാക്കന്മാരെ ഇകഴ്ത്തിന് ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്പിയാക്കന്മാർ പാപസുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അവർ നുബുവത്തിൻ്റെ മുമ്പും നുബുവത്തിൻ്റെ ശേഷമൊക്കെ അവരിൽ നിന്നൊരു സഗീറത്ത് പോലും ഉണ്ടാവാൻ പാടുള്ളതല്ല. വലു സൗവൻ, അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് മുഹദ്ദിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. ഇവർ പറയുന്നത് അമ്പിയാക്കന്മാരിൽ തെറ്റുണ്ടാവാം, മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയണ ഒരു വിഭാഗമുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ എന്തോ ആവട്ടെ. അപ്പോൾ ഖുർആനിന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണം. ഖുർആനിന് ഹദീസുകൾ വിരുദ്ധമായി വരില്ല. ഖുർആൻ്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ്. അപ്പോൾ ഖുർആനിൽ വളരെ വ്യക്തമായി പറയപ്പെട്ട സംഗതികളുണ്ടോ, ഖുർആനിൽ അവ്യക്തമായി പറയപ്പെട്ടതുണ്ടോ, ഖുർആനിൽ സൂചനപരമായി പറയപ്പെട്ടതുണ്ടോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവ്യക്തമായി പറയപ്പെട്ടതിനെയും അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതിനൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ടാവും. ഹദീസുകളിൽ സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന കലാമാവുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിയാവുന്ന ഈ ആയാത്തുകൾ, ഇത് ദീനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. പക്ഷേ ആ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. എല്ലാം നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയൂലത്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മശായിഖന്മാരോട് ചോദിച്ച് അവർക്കുള്ളതായ അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നത്. നമ്മൾ ഖുർആനും ഹദീസിനോടോ എന്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ പോലും അംഗീകരിക്കുന്നതായ ഇജ്മാഅ് ഖിയാസ് അയിമ്മത്തിൻ്റെ അഖ്വാലുകളെ നമ്മൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കലിലേക്ക് നമ്മൾ ആവശ്യമായി വരും. അപ്പോൾ ഖുർആൻ്റെ ആയാത്തുകളെ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ട് ജനങ്ങളെ വിശ്വാസത്തിനെ അതിനെന്താക്കുക, പേപ്പിക്കുക. അത് ഞങ്ങൾ ഖുർആനും ഹദീസിൻ്റെ ആളുകളാണ്, ഖുർആൻ ഹദീസിനെയാണ് പറയണത്, ഖുർആൻ ഹദീസിനെ എന്ന് പറഞ്ഞിട്ട് 4 ഒച്ചട്ടതുകൊണ്ട് ഖുർആൻ ഹദീസും പറഞ്ഞവരാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിനോട് നിങ്ങൾ പല വിഭാഗങ്ങളായിട്ട് ചിഹ്ന ഭിന്നമായിട്ടുണ്ടെങ്കിലും നിങ്ങളോടൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സുന്നി സമൂഹം ഉണ്ടല്ലോ, ഈ സമൂഹം വളരെ ശക്തമായ നിലയ്ക്ക് എന്നും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ആ എതിർപ്പ് എനിക്ക് ഞങ്ങളുടെ ഇടയിലുള്ളതായ ഭിന്നിപ്പുകൾ പ്രശ്നമല്ല. ഞങ്ങൾക്ക് പല ഭിന്നിപ്പുകളും ഞങ്ങൾ സംഘടനാപരമായിട്ട് പല വിഭാഗത്തിലുമായിരിക്കും സുന്നികളുണ്ടാവുന്നത്. അവർക്ക് പല സംഘടനകളും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ ഒരു കൂട്ടർ ഇവിടെ നടത്തി. അപ്പം അത് ചെറിയതൊന്നും വലുതൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പം അവരൊക്കെ ഒന്നിച്ചു കൂടിക്കൊണ്ടിട്ട് എന്നും നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും. അത് എതിർക്കില്ല എന്നുള്ളത് അങ്ങനത്തെ ഒരു വ്യാമോഹം അല്ലെങ്കിൽ അങ്ങനത്തതായ ഒരു ബോധി നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട എന്നാണ് മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്. അതിൽ മുമ്പന്തിയിൽ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാവും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നൽക്ക് ശക്തി പ്രാപിച്ചതായ ഒരു സംഘടനയാണ് ഇവിടെ. അതുകൊണ്ടാണ് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ടിട്ട് ഞങ്ങൾക്കിതൊരു വലിയൊരു സംഭവമായി കൊണ്ട് മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് ഒരുപാട് കാലം പ്രവർത്തിച്ചൊന്നുമില്ല. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള കുറേ ആളുകളുടെ ഒരു വലിയ സഹായം അവർക്കുള്ളതായ പ്രവർത്തനമൊക്കെയാണ്. മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കുള്ളതായ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് അവർ ചെയ്തപ്പോൾ അത് വേണ്ടമായി വിജയിച്ചു.
അപ്പോൾ ലോകത്തുള്ളതായ മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തു പോരുന്നതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ മുഴുവനും ശിർക്കാക്കിക്കൊണ്ട് ലോക മുസ്ലിങ്ങളെ ശിർക്കാക്കണതായ ഒരു പ്രവണത, ആ പ്രവണതയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ല മുസ്ലിങ്ങളെ ശിർക്കാക്കണത്, മുശ്രിക്കീങ്ങളാക്കണത്. സമസ്ത മുസ്ലിമീങ്ങളെ ശിർക്കാക്കുന്നു, ശിർക്കിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്നികൾ മുസ്ലിങ്ങളെ ശിർക്കിലേക്ക് നയിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അംബിയാ ഔലിയാവ്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ അത് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ, ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മഹാന്മാർ മുമ്പ് ഇവിടെ അവരിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, മഹാനാവുന്ന യൂസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുമ്പോഴല്ലേ യൂസൈ നബി സൂര്യനോട് പറഞ്ഞു ഖിഫി യാ ശംസ്. ഇമാം ബുഖാരി വായത്തിൻ്റെ ഹദീസല്ലേ, ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ ഇമാം ബുഖാരിയുടെ ഹദീസിലും ഉറഫുണ്ട് എന്ന് പറയേണ്ടി വരും. വഈഫായ ഹദീസുകളും ഇമാം ബുഖാരി തങ്ങൾ കിതാബ് കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഇമാം ബുഖാരി തങ്ങൾ കിതാബിൽ ബഹുമാനപ്പെട്ടവർ അവിടെ അവർ കൊണ്ടുവന്ന ഹദീസാണ്. മഹാനാവുന്ന യൂസൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോയി. സൂര്യനോട് മൂപ്പര് പറഞ്ഞു ഖിഫി യാ ശംസ്, സൂര്യനെ നീ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉടനെ മൂപ്പരൊരു കാര്യം പറഞ്ഞു, ഇന്നക്കി മഅ്മൂറ വ അന മഅ്മൂർ, നിന്നോട് ചില കൽപ്പനകളുണ്ട് സൂര്യൻ്റെ. അതെന്താ? നീനക്ക് ഒരു സഞ്ചാരപഥം അള്ളാഹു ആവുന്ന ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ സഞ്ചാരപഥത്തിൽ കൂടിയാണ് നീ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് അസ്തമിക്കാൻ, നിനക്ക് ഉദിക്കാനുള്ള സമയങ്ങളും ഞാൻ നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നാളിൻ്റെ ദിവസം ഇന്നാൾ നിന്നോട് നിൽക്കാൻ പറയും. അതാണ് ഇന്നക്കി മഅ്മൂറാൻ, എന്നോട് ചില കൽപ്പനകളുണ്ടാവും. വാന മഅ്മൂർ, എന്നോട് കൽപ്പന ഉണ്ട് എന്നാണ് യൂസൈ നബി പറയണത്. എന്നോടുള്ള കൽപ്പന എന്താ? നിന്നോട് നിൽക്കാൻ പറയാണ്. അപ്പോൾ യുദ്ധം കഴിയട്ടെ, എന്നിട്ട് എനിക്ക് സൂര്യനെ നിനക്ക് അസ്തമിക്കാം. ഇത് യൂസൈ നബി പറഞ്ഞു, സൂര്യ അവിടെ നിന്നല്ലേ. ഇത് ഇമാം ബുഖാരി വായത്ത് ചെയ്ത ഹദീസല്ലേ. അങ്ങനെ ഈ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്, അവർക്ക് ലൗഹിൽ അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ മഹാനാവുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ലൗഹിലേക്ക് നോക്കി പലതും മൂപ്പർ മനസ്സിലാക്കി. മഹാന്മാരൊക്കെ മനസ്സിലാക്കിയില്ലേ? തുക്ശഫു ലഹും അൽ ഉമൂർ അൽ ഹഖായിഖുൽ ഉമൂർ അൽ മങ്കൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തപ്പെടുന്ന ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ളതായ ഹക്കായികളെ അവർക്ക് കശ്ഫ് ചെയ്യപ്പെടും. ആ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് മനുഷ്യനിലുണ്ടായാൽ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവ ഗുണങ്ങളാണ്. അതാണ് ഇസ്തിഖാമത്ത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ലോഹിലുള്ള അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികൾക്കുള്ള ഈ ലോകത്തുള്ള സർവ്വവസ്തുക്കൾക്കുള്ള ഹക്കായികളെ ലോഹിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ആ വസ്തുക്കളിലും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ മേശ, ഇതിനെ സംബന്ധിച്ചൊരു വിവരം ലോഹിലുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? ഒരു ഭരണകർത്താവിൻ്റെ അടുത്ത് ആ ഭരണകർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളതായ ചെറുതും വലുതുമാവുന്ന സർവ്വസംഗതികളെ സംബന്ധിച്ചുള്ള വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ ഭരണകർത്താവല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേകമാവുന്നതായ ആ സദസ്, അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള സർവ്വ മഖ്ലൂഖാത്തുകളെ സംബന്ധിച്ചുള്ള വിവരവും അവിടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖ ഉണ്ട്. അതിൻ്റെ ഒരു റിക്കാർഡ് അവിടെ ഉണ്ട്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലുള്ള ഓരോ വസ്തുക്കളെ സംബന്ധിച്ചുള്ള രേഖ ആ വസ്തുവിനും രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ ഇതിനെ പറ്റിയുള്ള ഒരു രേഖ, ഈ മേശനെ പറ്റിയുള്ള ഒരു രേഖ, ഇത് ലൗഹുൽ മഹ്ഫൂദിലുണ്ടാവും. ഇത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഭരണവ്യവസ്ഥയെ സംബന്ധിച്ചുള്ള നിഷേധമാണ്. അള്ളാഹുവിൻ്റെ ഭരണരൂപ സ്വഭാവത്തിനെ സംബന്ധിച്ച് നിഷേധിക്കലാണത്. അത് നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഏതൊരു ഭരണമാണെങ്കിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭരണത്തിനും പ്രത്യേകമാവുന്ന അതിന് റിക്കാർഡുകളുണ്ട്. റസൂൽ പറഞ്ഞില്ലേ, വാന അസ്മഉ സ്വരീഫൽ അഖ്ലാം. മിറാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഭരണ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് കൊണ്ടുപോയത്.
പക്ഷേ റസൂൽ പറഞ്ഞു വഅന അസ്മഉ സരീഫൽ അഖ്ലാം, ഈ ഭരണവ്യവസ്ഥിതികളെ രേഖപ്പെടുത്തപ്പെടുന്നതായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അന്ന് നടക്കുന്നത്, ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ സമയത്ത് രേഖപ്പെടുത്തപ്പെടും, അതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോ വസ്തുക്കളോട് ബന്ധപ്പെട്ട രേഖകൾ ഈ വസ്തുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊരു ഇലാഹിയായ നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു എഴുത്ത്, ഒരു റെക്കോർഡായിരിക്കും ഈ വസ്തുവിലുണ്ടാവും. ഈ വസ്തുവിലേക്ക് നോക്കിയിട്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് പറയാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പറയാൻ കഴിയും, ഈ വസ്തു ഉണ്ടല്ലോ ഇത് ഇന്നയാൾ പ്രസംഗിക്കുന്ന സമയത്താണ് ഇത് വീണു പോകുകയെന്ന്. പക്ഷേ ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു എഞ്ചിനീയർക്ക് പറയാം ഇത് ഇത്ര കല്ല് നിൽക്കുള്ളൂ, ഇന്ന സമയത്ത് ഇത് വീണ് പോകുമെന്ന് പറയാൻ കഴിയൂല. കാരണം ഇന്ന സമയത്ത് ഇത് വീണ് പോകും, അല്ലെങ്കിൽ ഒരു തെങ്ങ് ഒരു കവുങ്ങ് എന്താവട്ടെ അതിനെ സംബന്ധിച്ചുള്ള രേഖ അള്ളാഹു അയിമ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അവർ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്. ഇതാണ് നമ്മളെ വിശ്വാസം. അവർക്ക് ലോകത്തുള്ള സർവ്വ ശബ്ദങ്ങളും അവർ കേൾക്കാൻ കഴിയും. അവർക്ക് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കേൾക്കുന്നത് പോലത്തെ നമ്മളിപ്പോൾ ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കാനുള്ള സംവിധാനം നമ്മളെടുത്തില്ലേ. ആരോടും സംസാരിക്കാൻ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കണില്ലേ. ഇതന്നെ മഹാനാവുന്ന ശേഖതങ്ങളും പറഞ്ഞിട്ടുള്ളൂ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ കാണുമെന്ന് ശേഖ പറഞ്ഞിട്ടില്ല. ഓരോ മനുഷ്യനെ സംബന്ധിച്ചുള്ള രേഖ ആ മനുഷ്യനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ ഓരോ വസ്തുവിനെ സംബന്ധിച്ചുള്ള രേഖകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. അത് നിന്നെ കണ്ടാൽ നീ എത്ര കാലം അവിടെ ജീവിക്കും, നിൻ്റെ ജീവിതം, നിൻ്റെ പ്രസവിക്കപ്പെട്ടോളം മുതൽ നിൻ്റെ മരണം വരെയുള്ള രേഖകൾ നിൻ്റെ ശരീരത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് മലക്കിനോട് പറയുന്നത്. നിൻ്റെ റൂഹ് ഊതുന്ന സമയത്ത് മലക്കിനോട് പറയും അവനെ സംബന്ധിച്ചുള്ളതായ രേഖകളൊക്കെ എഴുതിക്കൊള്ളുന്നു. അവൻ നിന്നോട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നിൻ്റെ ശരീരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ആ എഴുതപ്പെട്ട രേഖകൾ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാവ്, അതിന് കഴിയുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാവ്. പക്ഷേ ഔലിയാവാണെങ്കിലും അവർ പല മഹാനാവുന്ന ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അവരുടെ പദവികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഫമിനും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ വലാകിൻ ലാ യഅരിഫു മാ ഹുവ അസ്ലുഹു. ഒരു സാധനം കണ്ടാൽ ഇത് ഹറാമാണെന്നോ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ ചായ കൊണ്ടേ കൊടുത്തു, ഈ ചായ ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാകുന്ന ആളുകളുണ്ടാവും. പക്ഷേ വലാകിൻ ലാ യഅരിഫു, ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഒമിനും മൻ യഅരിഫു അന്ന ഹുനാക ഖദിറൻ, ചില ആളുകൾക്കോ ഒരു ചായ കണ്ടാൽ അത് ഹറാമാണെന്ന് മനസ്സിലാകുക മാത്രമല്ല ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്നും മനസ്സിലാവും. ഈ നിലക്കായിരിക്കും മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അവരുടെ മഖാമുകൾ, അവർക്കുള്ളതായ പദവികൾ വ്യത്യാസപ്പെടും. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും വലിയ പദവിക്കാരായിക്കൊള്ളുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇലാഹിയാൻ അവൻ്റെ ഹൃദയത്തിൽ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവയവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ നിന്ന് മാത്രമല്ല കറാഹത്താക്കിയ സംഗതികളെപ്പോലും ആ സംഗതികളെ കൊണ്ട് അവൻ്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാതെ ഖിലാഫുൽ ഔലിയയിൽ നിന്ന് പോലും ഒഴിഞ്ഞിരിക്കണം. ആ നിലക്ക് വിശുദ്ധമാക്കിയാൽ അവനിക്ക് ഈ ലോകത്തുള്ളതായ സർവ്വവസ്തുക്കളെ സംബന്ധിച്ചും ആ വസ്തുക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതായ രേഖകൾ നോക്കി പറയാൻ കഴിയുന്ന നമ്മൾ പറയുന്നത്, രേഖയില്ലാതെ പറയാൻ കഴിയുന്നല്ല. അങ്ങനെ ആരെയും മനസ്സിലാക്കണമെങ്കിൽ അത് മൗഢ്യമാണ്. അവർ രേഖകൾ നോക്കിയാണ്, എന്താ രേഖകൾ നോക്കി പറഞ്ഞതിന് കുഴപ്പം? അത് അള്ളാഹുവിൻ്റെ ഒരു വസീല, ഒരു വസായിത്ത് അള്ളാഹു നിശ്ചയിച്ചതായ ഒരു മാധ്യമമാണ്. പല മാധ്യമങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം, അതൊരു മാധ്യമമാണ്. അതായത് വയറുള്ള ഫോൺ ഉപയോഗിക്കണം, അതൊരു മാധ്യമമാണ്. ടെലിവിഷനിൽ കൂടി പല സംഗതികളും ലൈവായി കൊണ്ട് കാണപ്പെടാൻ സാധിക്കണം, അതൊരു മാധ്യമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടക്കുമ്പോൾ പല യുദ്ധത്തിലുള്ള വിഷയങ്ങൾ ലൈവായി സഹാബത്തിനോട് വിവരിച്ചില്ലേ. ഇന്ന യുദ്ധത്തിൽ ഇന്നാളെ കൊല ചെയ്യപ്പെടും. നബി യുദ്ധത്തിന് പോയിനോ? എത്രയും മൈലുകൾക്ക് അപ്പുറത്തല്ലേ യുദ്ധം നടക്കുന്നത്. റസൂൽ പറഞ്ഞു ഇന്നാൾ കൊല ചെയ്യപ്പെടും, ഇന്നാൾ കൊല ചെയ്യപ്പെടും, ഇന്നാൾ കൊല ചെയ്യപ്പെടും. അവ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്നാളെന്താവട്ടെ, അദ്ദേഹമാവട്ടെ അതിൻ്റെ നേതാവ്, അദ്ദേഹം കൊടി പിടിക്കട്ടെ. അയാളെ കൊല ചെയ്യപ്പെടുമ്പോൾ ഇന്നാൾ എന്താവട്ടെ നേതൃത്വം നൽകട്ടെ. അയാളെ കൊല ചെയ്യപ്പെടുമ്പോൾ നേരക്ക് നേരെ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരക്ക് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നബി മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കണം.
ആ മാധ്യമങ്ങളില്ലാതല്ല മനസ്സിലാക്കണത്. അങ്ങനെ മനസ്സിലാക്കി നബി അത് വിരിച്ചു കൊടുക്കണം സഹാബത്തിനിക്ക്. അങ്ങനെ ഓരോ സംഗതികളെ സംബന്ധിച്ചും ഇവിടെ മഴ വർഷിക്കോ ഇല്ലേ, കാറ്റ് എത്ര അടിക്കും, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചില്ല. ഇതിനെ സംബന്ധിച്ചൊക്കെ തബൂക്ക് യുദ്ധത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളും പുറത്തിറങ്ങരുത്. വലിയ അഖിൽ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ചു കെട്ടട്ടെ, ശക്തമായി കെട്ടിക്കോട്ടെ. തുഹുബ്ബുൽ ലൈലത റീഉൻ ശദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേപോലെ നബി പറഞ്ഞ അതേ ഡിഗ്രിയിൽ കാറ്റടിച്ചു. ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോഴോ കാലാവസ്ഥ നിരീക്ഷകർ പറയുമ്പോഴോ നമുക്ക് സംശയമുണ്ടോ? നമ്മൾ കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവർ കാറ്റടിക്കും എന്ന് പറഞ്ഞാൽ കാറ്റടിക്കും ചെയ്യുക, കാറ്റടിക്കാതിരിക്കുകയും ചെയ്യുക. അവർ പറഞ്ഞ ഡിഗ്രിയിൽ അടിക്കുക, അല്ലെങ്കിൽ ആ ഡിഗ്രി ഇല്ലാതെ അടിക്കാം. റസൂലുള്ളാഹി പറഞ്ഞാൽ അങ്ങനെയല്ല. റസൂലുള്ളാഹി പറഞ്ഞ ആ ഡിഗ്രിയിൽ കാറ്റടിക്കും, അത് കാറ്റടിച്ചു വന്നു. കാരണം എന്തുകൊണ്ട്? അത് ഏതെങ്കിലും നിലക്കുള്ള അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയില്ല. ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് ഹഖായിഖുൽ ഉമൂർ, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞതിന് കുഴപ്പം? മിഅ്റാജിൻ്റെ ഇസ്രായേലിൻ്റെ രാത്രിയിൽ അത് റൂഹോടുകൂടെ സ്വപ്നത്തിൽ പോയതാന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന് നമുക്ക് സ്വപ്നത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജുണ്ടായത് എന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജസദിനിക്ക് അതുണ്ടായിട്ടില്ല. എന്താ ജസദിനിക്ക് ഉണ്ടായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജസദോട് കൂടിയാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. നബിൻ്റെ ശരീരമാണ് രാത്രിയിൽ മൈൽ കണക്കിന് അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് ബൈത്തുൽ മഖ്ദിസിലെത്തി. ബൈത്തുൽ മഖ്ദിസിന് ആർക്കും പ്രവേശനമില്ലാത്ത തരം അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി. കോടാനുകോടി മൈലുകൾ സഞ്ചരിച്ചു കൊണ്ടാണ് പോക്ക്. എന്നിട്ട് ആ ദിവസത്തിൽ തന്നെ മടങ്ങി വരികയും ചെയ്തു. ഇതെങ്ങനെ ഈ യാത്ര സൗകര്യം? അന്ന് ഇതുപോലുള്ള റോക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതായ വാഹനങ്ങളോ വിമാനമൊന്നുമില്ലല്ലോ. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൊയ്യിൽ അർദിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാവും ഭൂമിയെ ചുരുട്ടി കൊടുക്കാം. അതിന് അത്ഭുതപ്പെടുന്നു. ഭൂമി ചുരുട്ടി നമുക്കുണ്ടാവണില്ലേ? നമുക്കുണ്ടാവുന്നത് ശാസ്ത്രം എന്ന് വേണ്ട. ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയത്. ഇന്നലെ അങ്ങോട്ട് പോയത് 3-4 മണിക്കൂർ കൊണ്ടാണ്. ഇത് നമുക്ക് ഇവിടെ നടന്ന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കാറ് പോവുകയാണെങ്കിലോ എത്ര സമയം കൊണ്ട് പോകാൻ കഴിയുമോ? അത് തൊയ്യില്ലാർന്നാണ്. പക്ഷേ നമ്മളതിനെ പറ്റി കറാമത്തെന്നോ മൊയ്സത്തെന്നോ പറയാൻ പറ്റില്ല. കാരണം അത് ഇലാഹിയായ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഈ മാധ്യമങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വേറെ ചില മാധ്യമങ്ങളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. മഹാന്മാരാവുന്ന അത് നിശ്ചയിച്ചിട്ടൊരു കാര്യമില്ല, ഒരു കാര്യമില്ല നിശ്ചയിച്ചിട്ട്. ഇതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സ്ഥാനം അനുസരിച്ചൊക്കെ അവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയും. അതങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ വലിയ ശാസ്ത്രജ്ഞന്മാരും അവരെ താഴെയുള്ള ശാസ്ത്രജ്ഞന്മാരുമില്ലേ, ആ വലിയവരത്ര ഉയരാൻ കഴിയുമോ ചിലവർക്ക്? അങ്ങനെയൊക്കെ ഉണ്ടാവാം, അതില്ലാന്ന് നമ്മൾ പറയണില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കും. മനസ്സിലാക്കിയാൽ അതിലോട്ട് തെറ്റൂലെന്നും അത് യാതൊരു പിഴവും അതിലുണ്ടാവില്ല, യാതൊരു സംശയമില്ല. നേരെ മറിച്ചോ ശാസ്ത്രജ്ഞന്മാർ പ്രവചിച്ചാൽ ഇപ്പം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രി മഴ പെയ്തോളുന്നുണ്ടോ? അവർ കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കാറ്റടിച്ചോളുന്നുണ്ടോ? ഇല്ല. അപ്പം മനുഷ്യൻ്റെ ഈമാനെ ഫസാദാക്കണ നിലക്ക് മനുഷ്യരെ തൗഹീദിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിലേക്ക് നയിക്കുകയാണ് ഇവിടുത്തെ മുജാഹിദീങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ശിർക്കിലേക്ക് ഞങ്ങളല്ല നയിക്കുന്നത്. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളതായ വിശ്വാസം, ആ വിശ്വാസത്തിന് എന്താണ് തൗഹീദ്, ആ തൗഹീദിനെ ശരിക്ക് ജനങ്ങളിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സുന്നികളാവുന്ന നമ്മളെ സംബന്ധിച്ച്, അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ അതുപോലുള്ള സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർ ശിർക്കിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തനിച്ച വങ്കത്തരമാണ്, അത് കള്ളത്തരമാണ്, യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ സുന്നത്ത് ജമാഅത്ത് അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ സ്വീകരിച്ചു പോകുന്നതായ അതിനോട് അനുബന്ധമുള്ള 3-4 കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ. ആ നൂറ്റാണ്ടുകളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത് എന്താ? ഇത് നിങ്ങൾ ആ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖിനെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ടാണ് ആ 4 നൂറ്റാണ്ടിനെ 3 നൂറ്റാണ്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കേണ്ട ആവശ്യം എന്താ? ആ 4 നൂറ്റാണ്ടോ 3 നൂറ്റാണ്ടോ എന്ന് പറഞ്ഞാൽ ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4 3 നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലുള്ളതായ അയിമ്മത്ത് ബശായിഖന്മാരിൽ നിന്നാണ് നിങ്ങൾ ദീനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ദീനെ മനസ്സിലാക്കുന്ന സ്വഭാവമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. ആ മനസ്സിലാക്കിയതായ ഒരു വിശുദ്ധമായ ഒരു പാരമ്പര്യമുണ്ട്. മഹാന്മാരിവിടെ അവരിവിടെ അവർ കാണിച്ചു തന്നൊരു പാരമ്പര്യം, അവർ കൈമാറ്റം ചെയ്തതായ ഒരു പാരമ്പര്യമുണ്ട്. ഇതൊരു വിശുദ്ധമായ പാരമ്പര്യമാണ്. ഏതെങ്കിലും പാരമ്പര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കുന്നത് വളരെ വിശുദ്ധമായ പാരമ്പര്യം. പിന്നെ നമുക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. ലക്ഷ്യമില്ലാത്ത ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും നമുക്കില്ല. എല്ലാം വളരെ വ്യക്തമായ. ഇപ്പോൾ ഈ റജബ് 27 നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹദീസൊക്കെ ഇങ്ങനെ നോക്കി കൊള്ളാവുന്നതും കൊള്ളാത്തതൊക്കെ പരിശോധിക്കല്ലേ ഇപ്പോൾ പരിപാടി മൗലികന്മാരെ. ഞങ്ങളത് ഹദീസിലേക്കൊന്നുമല്ല നോക്കണത്. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ഖുർആനിലൊരു വാക്യമുണ്ട്. എന്താ? വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ദീൻ്റെ ശിയാറുകളിൽ പെട്ടതാണ് ആ റജബ് 27 ദിവസം എന്ന് പറഞ്ഞത്. കാരണം മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ ദിവസങ്ങൾ അത് ദീൻ്റെ ശിയാറുകളാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകുമ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, സ്വല്ലി ആഹുന റക്അത്തൈൻ, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കും. പിന്നെ അതിൻ്റെ കാരണം ജിബ്രീൽ പറഞ്ഞു കൊടുത്തു. ഇത് നിസ്കരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാ ബൈത്തുലഹമിൻ, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീ ഉലദ് ഈസ, ഇവിടെയാണ് ഈസ നബിനെ പ്രസവിക്കപ്പെട്ടത്. അപ്പം ഈസ നബിനെ പ്രസവിക്കപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങൾ. റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസമാണത് മിഅ്റാജിൻ്റെ രാത്രി. ആ മിഅ്റാജിൻ്റെ രാത്രി നബിയോട് ബന്ധപ്പെട്ട ദിവസമായതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് എടുക്കണം മിഅ്റാജിന്. അപ്പോൾ അതിന് മിഅ്റാജിന് നോമ്പിന് പറഞ്ഞ ഹദീസിൻ്റെ ആ സാധുതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് ഹദീസ് വേണ്ടടോ, ഹദീസിലേക്ക് കൊണ്ടല്ല നമ്മൾ പറയണത്. നമ്മൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ദീൻ്റെ ശിയാറുകൾ ഏതുണ്ടോ ആ ശിയാറുകളെ മുഴുവൻ ബഹുമാനിക്കണം. മഹാന്മാരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ചക്കൊക്കെ പ്രത്യേകത പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചനെ പരിചയപ്പെടുത്തിയതെന്താ? വെള്ളിയാഴ്ച ദിവസത്തിൽ നടന്നതായ മഹാന്മാരോട് ബന്ധപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താ? വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം എന്താ? മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസത്തിനെ പറ്റി വിശേഷിപ്പിച്ചു. പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊരു പലഹാരം ഉണ്ടാക്കുക, അതിനെ എതിർക്കണ ഒരു വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മണിയനെ വെള്ളിയാഴ്ച ദിവസം ഒരു പലഹാരം ഉണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവരലുണ്ട് എന്ന് പറഞ്ഞില്ലേ ഒരു സ്ത്രീ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സ്ത്രീ വന്ന് പള്ളീൻ്റെ മുന്നിൽ വന്ന് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു ഒരു മൂലയിൽ. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല എന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ ആ പെണ്ണോട് കേൾക്കാൻ പറയില്ലേ അപ്പോൾ ആ പെണ്ണവിടെ ഇരുന്ന് ആ ജുമാ കഴിയുമ്പോൾ സഹാബത്ത് പറയും, കുന്നാനത്തമ്മന്ന യൗമൽ ജുമാ, ജുമുഅ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് വലിയ കൊതിയാണ്. ഈ തൊഴാമിയ, ഈ ബീവി കൊണ്ടുവരുന്ന ഭക്ഷണത്തിനോടുള്ളതായ താല്പര്യം കൊണ്ട്. എന്നിട്ട് സഹാബത്ത് പറയുകയാണ്, ജുമാ കഴിഞ്ഞാൽ കുന്നാനത്തമ്മ മുസല്ലിമു അലിഹ, ഞങ്ങളൊക്കെ ആ ബീവിക്ക് എന്ന് സലാം പറയും. എന്നിട്ട് ആ ബീവി ഉണ്ടാക്കി കൊടുക്കുന്ന ആ കുടുക്കയിൽ നിന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് തൊട്ട് അമക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബീവിനോട് പറഞ്ഞുവിടുന്നതല്ലേ, പണ്ട് ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഈ പണിക്ക് കയറുത്. ഇത് തന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു പുണ്യമായ ദിവസമാണ്. പുണ്യമായ ദിവസത്തിൽ ഇങ്ങനൊരു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മര്യാദ ഉണ്ടെന്ന് എൻ്റെ ഉമ്മത്ത് പിന്നീട് മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് കൊടുന്നു അടുത്ത ആഴ്ച കൊണ്ടുവരുന്നല്ലേ നബി പറയേണ്ടത്. നബി ഇതിനെ മുടക്കിയോ? അപ്പം അങ്ങനെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ അതിൻ്റെ ശരിയായ അടിസ്ഥാന പ്രകാരം ആചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ആചാരങ്ങളാണ് നമ്മളെ ആചാരങ്ങളൊക്കെ. അപ്പോൾ 27 ഇവിടെ ബഹുമാനിക്കുക, 27 നോമ്പ്, അതൊക്കെ ദീൻ്റെ ശിയാറുകളെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ സമസ്ത കേരള ജമിയത്തിൽ മുമ്പുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല, യാതൊരു സംശയമില്ല. ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്ത കേരള ജമിയത്തിൽ ഒറ്റയ്ക്ക് നിങ്ങളെ എതിർക്കും, യാതൊരു സംശയമില്ല.
അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനത്തെ ഓരോ സംഗതികളും നമ്മളെ ആചാരങ്ങൾ, നമ്മളെ വിശ്വാസങ്ങൾ. ഇപ്പോൾ തറാവീഹ് ആദ്യം 28 എന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പോയി അങ്ങനെ പ്രത്യേക നിസ്കാരമില്ല എന്നുള്ളത് പറഞ്ഞുകൊടുത്ത് വരെ പല വിഭാഗവും അവരിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമല്ലേ? ഉമർ ഇബ്നു ഖത്താബിന് 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു. അള്ളാഹു റസൂലിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉമർ ഇബ്നു ഖത്താബ് അങ്ങനെ ചെയ്തിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അള്ളാഹു റസൂലിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നോക്കുക. ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ. അല്ലെങ്കിൽ റമളാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ലാന്ന് നോക്കുക. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് എന്താ ഇവരോട് പറയല്? നിങ്ങൾ നിസ്കരിക്കേണ്ട, അന്ന് പ്രത്യേക നിസ്കാരമൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം ഇല്ലാന്ന് മൂപ്പര് പറയണം മുന്തിരിക്ക്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് 8 നിസ്കരിച്ചോളി എന്ന് പറയണം. അങ്ങനെയല്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് 20 നിസ്കരിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി 20 തറാവീഹിൻ്റെ അടത്. അതിന് അയിമ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് അജ്മഅത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത്. ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ് തറാവീഹ് 20 യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. റസൂലുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് യുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നാ. ഒരു പള്ളിക്ക് വരണ്ട, ഒരു പരിധി ചെയ്താൽ മതി, അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ. അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതായ കൂലിയ പെണ്ണുങ്ങൾക്കുണ്ടെന്നാ യുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത, നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനിൽ വിദേഹത്ത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മുത്തദീങ്ങളും. അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ, ജമാഅത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ, തബ്ലീഗ് ജമാഅത്ത്, എന്തായാലും വേണ്ടില്ല, പല പേരിലും അറിയപ്പെടും. എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയുന്നത് അത് എതിർക്കാനുള്ളതാണ് ഈ സംഘടന. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല. മുജാഹിദ് നമ്മളൊക്കെ നമ്മൾ യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ. അവരൊക്കെ മൗലവിമാരൊക്കെ കണ്ട് നമ്മൾ യോഗ്യം പറയും, അവർക്ക് നമ്മളോടും യോഗ്യം പറയാം, നമുക്ക് അവരോടും പറയാം. യോഗ്യത്തിനൊരു കുഴപ്പമില്ല. ദീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സഹവാസവും നമുക്ക് ഉണ്ടാവില്ല, അതാ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കണ ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ആയിട്ട് നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ഈ നൊത്തും ഇതിനാന്നാണ് മഹാനാന്ന് ഇക്കാസ മുസ്ലിയാരൊക്കെ നവറുല്ലാഹു മറക്കാതെ ബഹുമാനപ്പെട്ട ശൈഖുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെയും പറയും. ഞങ്ങളെ പണി അതൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാൻ നിങ്ങൾ ഫിത്നയാക്കരുത്. യഥാർത്ഥ ഈമാൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാദപ്രതിവാദമൊന്നും വേണ്ട, നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി. നമ്മളോടൊക്കെ അത് നമ്മളെപ്പോഴും തയ്യാറാണ്. വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ? എന്നാൽ ഞങ്ങളെയും തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടംമാതിരി കുട്ടികൾ ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിൽക്കും. പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. അത് വലിയൊരു അള്ളാഹു ബഹുമാനിച്ച്, അള്ളാഹു ആദരിച്ച്, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ കാണേണ്ടത്. നിങ്ങൾ ഇത്രമാത്രം ആളുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിട്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചു എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി ഉണർത്താനുള്ളത്, നിങ്ങൾ നടക്കണമായിരിക്കൊക്കെ നിങ്ങൾ നടന്നോളി. നിങ്ങളെ സംഘടനകളൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളെന്ന് നമുക്ക് എതിരില്ല. നമ്മൾ നിങ്ങളെ സംഘടന എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സംഘടന നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച് ഇതിലൊന്നും ഞങ്ങൾ വരണില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. ഇന്ത്യ രാജ്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളവണ്ണം പ്രവർത്തിക്കാമല്ലോ. നിങ്ങളെ സംഘടന നിങ്ങളെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ, അതിന് കുഴപ്പമില്ല. എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം, അതാണ് പറയാനുള്ളത്. ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കലില്ല ആരും. ഞങ്ങൾ സംഘടനകളെ എതിർക്കും, ആശയപരമായി എതിർക്കും, അത് എന്നും എതിർക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട്, ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മറ്റ് ബിദ്ഈ പ്രസ്ഥാനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. അത് കളിച്ചാൽ ആ കബൂതി ഞങ്ങൾ അവസാനിപ്പിക്കും, യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിട്ട്, ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ദീൻ്റെ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഔലിയാക്കന്മാരെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഔലിയാക്കന്മാരെന്ന് പറയുന്നത്. വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കത് വിശ്വാസം ഇല്ല. ഔലിയാവിന് വിശ്വാസം ഇല്ല, ഞങ്ങളെ പിന്നിൽ ആളുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അമ്പിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവർക്കുള്ളതായ മദതുകൾ ഉണ്ടാവും. ആ മദതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ. നിങ്ങൾക്കത് വിശ്വാസമില്ല, നിങ്ങൾക്ക് ആ മദത് ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞു പോയിക്കോളി. സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആന് വിരുദ്ധമായി ഹദീസ് വരില്ലല്ലോ. അതല്ലേ ഖുർആനെ ബയാൻ ചെയ്യല്ലേ. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മനസ്സിലാണില്ല എന്ന് പറഞ്ഞാൽ മതി. മൗലവിക്ക് ഒരു ഹദീസും ഖുർആനും കൂടി നോക്കുമ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലാണില്ല. അതാണ് ഇപ്പോൾ അതിൻ്റെ സത്യം. അപ്പോൾ അത് ഖുർആനോട് എതിരാണെന്ന് ഇതാണത്. ഖുർആനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത്. അപ്പോൾ ഖുർആനോട് എതിരായി കൊണ്ട് ഒരു ഹദീസ് എന്ത് വിഡിത്തരാണ് ഈ പറഞ്ഞതെങ്കിൽ ഖുർആനോട് വിരുദ്ധമായി വരുന്ന ഹദീസിനെ തള്ളണം. ഹദീസിനെ എങ്ങനെ തള്ളാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അഖ്വാല് അഫ്ആലുകൾ തഖാരീറുകളല്ലേ ഹദീസുകൾ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞപ്പോൾ ഹദീസിന് നിങ്ങൾ തള്ളിക്കൊണ്ട് ഖുർആനോട് മാത്രം അഹ്ലുൽ ഖുർആൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് മുമ്പെന്നെ മഹാന്മാരാവുന്ന ഞങ്ങളെ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മുത്തദീങ്ങളാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിരിൽ വരുന്നതായ സർവ്വ ദുശക്തികൾ അവരെ ശർറത്തൊട്ടൊക്കെ സമസ്തനെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. പിന്നെ ഞങ്ങൾ സുന്നികൾ തമ്മിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൊണ്ട ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശ്രദ്ധിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ സുപ്രഭാതം